മഴയൊക്കെ മാറി അപ്പൊ ഇനി നമുക്ക് നല്ലൊരു കിടിലം ഫുഡ് ഉണ്ടാക്കിയാലോ. നല്ലൊരു അടിപൊളി അറേബ്യൻ സ്പെഷ്യൽ കപ്സ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ കപ്സ ആണ് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പി കാര്യങ്ങളും വേണ്ടേ? അപ്പൊ ഓക്കെ, വാ. കപ്സ ഉണ്ടാക്കാനായിട്ട് നല്ല ബസ്മതിയുടെ വൈറ്റ് റൈസ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അതിന് കുറച്ച് മുകളിലോ ആയിട്ട് നമ്മളിത് കുതിർത്താൻ വെക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് വലിയ ഉള്ളി, തക്കാളി, പിന്നെ വെളുത്തുള്ളി, മുളക്, ഇത്രയും മതി കേട്ടോ വെജിറ്റബിൾസ്. നമ്മുടെ കപ്സ് ഉണ്ടാക്കാനുള്ള പോട്ട് എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓയിലൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളി വാട്ടാനുള്ള ഒരു ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. വീണ്ടും നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യം ഉള്ളിയാണ് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കേണ്ടത്. ഉള്ളി ഒന്ന് വാടി സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അടുത്ത് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാട്ടി, അതും തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വാടി കിട്ടണം. അതിന് ശേഷമാണ് ഇനി നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച വെളുത്തുള്ളി ഉണ്ട്, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയും വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബേ ലീവ്സ്, സിന്നമൺ സ്റ്റിക്ക്, സ്റ്റാർ, ക്ലോവ്സ്, പിന്നെ ജാതിക്കട കുരു, ഇത്ര ഐറ്റംസാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വീണ്ടും ഇത്ര സാധനങ്ങളോട് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. 2 ഡ്രൈ ലെമൺ കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും കാര്യങ്ങളും കേട്ടോ. ഈ ഒരു സ്പൈസസിൻ്റെ ഒക്കെ കറക്റ്റ് സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിനുശേഷം മല്ലിപ്പൊടി, ഇതും ശകല അളവിനനുസരിച്ച് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കപ്സ മസാല, അത് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല പൗഡേഴ്സായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര ഐറ്റംസേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവണം. ഇതൊന്ന് അതിൻ്റെ ശേഷം ചിക്കൻ്റെ എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് 2 മാഗി ക്യൂബാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ മാഗി ക്യൂബിൻ്റെ ഫ്ലേവറും കാര്യങ്ങളെല്ലാം മസാലയിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഒരു കണക്കിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം നമ്മൾ എടുത്ത അരിക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെറ്റാക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ട് വെക്കുക ഫസ്റ്റ്. പിന്നെ ഇതിലേക്ക് ഭംഗിക്ക് വേണ്ടി ഒരു 2-3 മുളക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. പിന്നെ വലിയ ജീരകവും പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകവും നമുക്ക് ഈ സമയത്ത് ഇത് രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതിലേക്ക് ചിക്കനും അരിയും അല്ലാത്ത എല്ലാ സാധനവും ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് മൂടിയൊക്കെ കേട്ടോ. വെള്ളം ഒന്ന് തിളച്ചു എന്ന് കണ്ടാൽ നമ്മൾ ഈ മൂടിയൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനില്ലേ, അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളൊരു 1.5 കിലോ ചിക്കനും അതുപോലെ 1.5 കിലോ റൈസുമാണ് നമ്മൾ കപ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ച് കാര്യങ്ങൾ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി ചിക്കനൊക്കെ ഒന്ന് വെള്ളത്തിലെ അടിയിലേക്കൊന്ന് ഇറക്കുന്ന വിധത്തിലാക്കി വെക്കുക. ഇനി ചിക്കനൊന്ന് വെന്ത് വരുന്നവരെ, അതായത് ഈ വെള്ളത്തിൽ തള വരുന്നവരെ ഒന്നുകൂടെ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം കളഞ്ഞിട്ട് ആ റൈസ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ബസ്മതി റൈസ് തന്നെ സെലക്ട് ചെയ്യാൻ നോക്കട്ടോ. വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ഇറങ്ങിയിട്ടുള്ള ഈ വെള്ളത്തിൽ തന്നെ ആയിട്ട് നമ്മൾ ഈ റൈസ് ഇടുന്നുള്ളത്. അപ്പോൾ ആ ചിക്കൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ. റൈസ് ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണമെങ്കിൽ വേണ്ടവർക്ക് ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും റൈസ് നന്നായി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം വേണം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 3/4 മണിക്കൂർ കുക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മുടെ കബ്സ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കനായാലും റൈസായാലും നമുക്ക് കറക്റ്റ് വേവിൽ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ സിംഗിളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്കുള്ള ടൊമാറ്റോ ചട്നിക്ക് വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടൊമാറ്റോ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളക് കീറിയിടുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ നടുമുറിച്ചിട്ട് അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട് ഈ ജാറിലേക്ക് പിഴിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് മല്ലിയിലാണ് വേണ്ടത്. നമ്മളിവിടെ മല്ലിയിലല്ല, നമ്മളിവിടെ ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇതിലേക്ക് മുറിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ സമയം ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചട്നി കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അറേബ്യൻ കബ്സയുടെ കൂടെ നമുക്ക് ഈ ചട്നി വെച്ചിട്ട് കഴിക്കാം കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളെ റൈസൊക്കെ കണ്ടില്ലേ, നല്ല പോലെ കുക്കായിട്ടുണ്ട്. റൈസായാലും ചിക്കനായാലും കേട്ടോ, രണ്ടും അടിപൊളിയായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരാണുള്ളത്. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് വളരെ നല്ല അഭിപ്രായം കേട്ടോ. എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാനാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ചിക്കൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇതുപോലെയാണ് കേട്ടോ. റൈസും ഒന്നും പറയാനില്ല, കറക്റ്റ് കുക്കായിട്ട് നല്ല ഫ്ലേവറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ ചട്നി കൂടി കൂട്ടി കഴിക്കാൻ ഒടുക്കത്തെ കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കിഡിലും വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.